വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. കണ്ടകശനി, വ്യാഴത്തിൻ്റെ 6ാം ഭാവത്തിലെ നില, 5ൽ പോയി നിൽക്കുന്ന രാഹു, 11ൽ നിൽക്കുന്ന കേതുവാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണത്തെ സമ്മാനിക്കുന്നത്. 2ാം ഭാവത്തിലേക്ക് സൂര്യൻ പോയിരിക്കുന്നു, ജന്മത്തിൽ ചൊവ്വയുമുണ്ട്. അപ്പോൾ ദോഷഗ്രഹങ്ങൾ കേന്ദ്രങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥാന സ്ഥിതിയുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യക്കേടോ ഈശ്വരാധീനക്കേടോ ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം കേതുവിൻ്റെ 11ലെ നില ഗുണം ചെയ്യണം. വിദേശത്തു നിന്നോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തൊഴിലിലോ ബിസിനസ്സിലോ ഒക്കെ ഫണ്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടസ്ഥാനത്ത് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി ചേർന്ന് ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായമോ മറ്റു സഹകരണങ്ങളോ അവരിൽ നിന്നുണ്ടാകാനോ ഉള്ള സാധ്യത കാണുന്നു. പൊതുവേ ഗുണകരമായിട്ടാണ് അവരുടെ അവസ്ഥ. മനസ്സ് കുറച്ചുകൂടി ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ അവർക്ക് കൂടുതൽ മനസ്സുറപ്പോടുകൂടി ഇറങ്ങാൻ സാധിക്കുന്നു. അത് സാമ്പത്തിക നേട്ടത്തിനും പ്രവർത്തനങ്ങളിലെ മികവിനും കാരണമായി മാറുന്നു. മറ്റുള്ളവരുടെ കൂടെ, അതായത് സഹപ്രവർത്തകർക്കിടയിലും മേലധികാരികൾക്കിടയിലുമൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വ്യക്തിത്വത്തിന് മാറ്റു വർദ്ധിക്കുന്നതായി മനസ്സിലാക്കാം. പൊതുവേ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഈ ആഴ്ച. ആഴ്ചയുടെ തുടക്കത്തിൽ മാതാവിന് ചെറിയ ദോഷമോ അവശതയോ ഉണ്ടായേക്കാം. വാഹനവുമായി ബന്ധപ്പെട്ടും ചില അറ്റകുറ്റപ്പണികൾ വന്നേക്കാം. വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. ഓഫീസ് സംബന്ധമായ കാര്യങ്ങളിലും ചില ചെറിയ മാറ്റങ്ങളോ ചെറിയ പരിഷ്കരണങ്ങളോ ഒക്കെ വന്നേക്കാം. എന്നാലും തുടക്കം കഴിയുമ്പോൾ ഇവർക്ക് പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഞായറാഴ്ച ദിവസം, അതായത് 17ാം തീയതി ഗുണകരമാണ്. ശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങൾ 22, 23 ആണ്.